രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇത്തരമൊരു പരിപാടിയിൽ നമ്മളെ എല്ലാവരെയും എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ തോതിലുള്ള ഉത്കണ്ഠയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾക്കുള്ളത്. എന്താകും, എവിടത്തേക്കാണ് എന്ന ചിന്ത വലിയ തോതിൽ ആളുകളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇവിടെ നേരത്തെ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയുണ്ടായി. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളാകെ ബോധപൂർവം തകർക്കുന്ന നടപടിയാണ് രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനയ്ക്കെതിരെ നിലപാടെടുത്ത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടര് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. ഇപ്പോൾ RSSന്റെ നേതൃത്വം അംഗീകരിച്ച BJP യാണ് കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെന്റ് നടപ്പാക്കുകയാണ്. RSSന്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല. അവര് ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടരുണ്ട് എന്നാണ്. ആ ഒരു ആശയം അവർക്ക് ആർഷഭാരതത്തിൽ നിന്നോ നമ്മുടെ രാജ്യത്തിൻ്റെ വേദേതിഹാസങ്ങളിൽ നിന്നോ കിട്ടിയതല്ല. ആ ആശയം ഹിറ്റ്ലറുടെ ആശയമാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ആശയമാണ്. ഹിറ്റ്ലറുടെ ആഭ്യന്തര ശത്രുക്കളാണ് ഇവിടെയും RSS അവരുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ളത്. ഹിറ്റ്ലർ അവിടെ കണ്ടത് അവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. RSSഉം ഇവിടെ കാണുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അപ്പോൾ ആശയം ഹിറ്റ്ലറുടേതാണ്. RSS കൃത്യമായി അവരുടെ ആശയം എഴുതി വെച്ചു. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. ഹിറ്റ്ലർ അവിടെ പറഞ്ഞത് ജൂതരും ബോൾഷെവിക്കുകളുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെന്നാണ്.
ജൂതര് അവിടുത്തെ ന്യൂനപക്ഷം. ബോൾഷെവിക്കുകൾ എന്നത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള വിളിപ്പേര്. അപ്പോൾ നാം കാണേണ്ടത് RSS പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഹിറ്റ്ലറുടെ ആശയമാണ്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി RSS മറ്റൊരു കാര്യവും പറഞ്ഞു. അത് ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ആ കാര്യത്തിലും അവർ മാതൃകയാക്കി കണ്ടത് ഹിറ്റ്ലറെ തന്നെയാണ്. ഹിറ്റ്ലർ ജൂതരെ കൊലപ്പെടുത്തിയ രീതിയുണ്ട്. അത് ലോകമാകെ അപലപിച്ചതാണ്. അന്ന് ലോകത്ത് ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ മാത്രമേ കാണാൻ കഴിയൂ. അത് നമ്മുടെ രാജ്യത്തെ RSS ആണ്. അവർ പറഞ്ഞു, RSS അന്ന് തന്നെ പറഞ്ഞു വെച്ചു, രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. ആ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ്. അനുകരണീയമായ മാതൃക എന്നാണ് RSS പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നേരത്തെ തന്നെ RSS പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് RSSന്റെ ആശയതലം.